ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സദ്യ ഡിഷാണ്. മധുരവും പുളിയും ഒത്തുചേർന്ന ഒരു പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ നല്ലോണം പഴുത്തൊരു കൈതച്ചക്ക എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഒരുപാട് വലിപ്പത്തിൽ മുറിച്ചെടുത്താൽ വേവിക്കാൻ സമയം പിടിക്കും. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് ഇത് വേവിക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വേവിക്കാൻ ആവശ്യമുള്ള ഒരു അരക്കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് നമുക്ക് ഒരു 5 മിനിറ്റ് നേരം ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരമുറി തേങ്ങ ചിരവിയത് മിക്സറിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, ഇതൊന്നും കൂടി നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക്, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരൽപ്പം വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഈ സമയം നമുക്ക് പച്ചടി കഷ്ണം വെന്തോ നോക്കാം. ഒന്നുകൂടി വേവാണ്ട് 2 മിനിറ്റ് നേരം നമുക്ക് ഒന്നുകൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ കഷ്ണം ഒരു നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് അരച്ചത് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായി മിക്സ്